കാസർഗോഡേക്ക് പോയാൽ കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പോടോത്തുരുത്തിയിൽ 5 കുടുംബങ്ങളെയും ചാത്തമത്ത് 7 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. ഷഫീഖ് നസ്രുള്ള കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഫീഖ്, ഇപ്പോൾ കാസർഗോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ സ്കൂളുകൾക്കടക്കം ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിലവിലെ മഴ സാഹചര്യം? കെടുതികൾ ഉണ്ടോ അവിടെ? കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിലാണ് തുടർച്ചയായി മഴ പെയ്യുന്നത്. മറ്റു മേഖലകളിൽ താരതമ്യേന മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതും കുറവാണ്. ഈ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ കാസർഗോഡ് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് കാരണം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറി. ആ ഭാഗങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പോടോംതുരുത്തിലും ചാത്തമത്തും കുടുംബങ്ങളോട് ചാത്തമത്ത് 7 കുടുംബവും അതോടൊപ്പം പോടോംതുരുത്തിൽ 5 കുടുംബങ്ങളോടും മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകി. അവർ ബന്ധു വീടുകളിലേക്കാണ് മാറി താമസിച്ചത്. അതോടൊപ്പം ഒരു കുടുംബത്തിലെ 4 പേരെ ചാത്തമത്ത് ഒരു പ്രത്യേക ക്യാമ്പ് തുറന്ന് അതിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി എന്നതാണ് കാസർഗോട്ടെ വലിയ പ്രയാസമാകുന്നത്. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. ആളുകളെ മറുകരയിലേക്ക് എത്തിക്കാൻ തോണി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം, റോഡുകളിൽ തോണി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ തൃക്കരിപ്പൂർ, ചെറുവത്തൂർ ഭാഗങ്ങളിലാണ് ഇങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ വലിയ കടലാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ ഭാഗങ്ങളിലും രൂക്ഷമായ തിരയേറ്റം ഉണ്ട്. തീരത്തുള്ള റോഡുകളടക്കം ഈ കടലാക്രമണത്തിൽ തകർന്നുപോയ കാര്യങ്ങൾ ഈ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകളോട് ജാഗ്രത പുലർത്താനുള്ള ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം കൊടുക്കുന്നു. മലയോര മേഖലകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണം എന്ന നിർദ്ദേശവും ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശവുമുണ്ട്. മലയോര മേഖലകളിൽ കർണാടകയിൽ വലിയ രൂപത്തിൽ, അതിൻ്റെ വനമേഖലകളിലടക്കം വലിയ രൂപത്തിൽ മഴ പെയ്യുന്നത് ഈ മലയോര മേഖലകളിൽ ശക്തമായ മഴ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ ഭാഗങ്ങളിൽ മലയിടിച്ചിലിനുള്ള സാധ്യതയും കണക്കിൽ കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലുള്ള ആളുകൾ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നൽകിയിട്ടുള്ളത്.